ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. പ്രത്യേകിച്ച് കാറ്, ഇലക്ട്രിക് സ്കൂട്ടർ അതുപോലെയുള്ള വാഹനങ്ങൾ. ഇപ്പോൾ പൊതുവേ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കാറിലുണ്ടാകുന്ന തീപിടുത്തവും രക്ഷപ്പെടാൻ പറ്റാതെ സീറ്റ് ബെൽറ്റ് കുരുങ്ങി മരണം സംഭവിക്കുന്നതും പൊള്ളലേക്കുന്നതുമായ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അതിന് ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി, ഒരു നെയിം ഞാൻ പറയുന്നില്ല, വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു കമ്പനി പുതിയൊരു പ്രോഡക്റ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് മാർക്കറ്റിൽ. അപ്പോൾ അതിൻ്റെ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള എനിക്ക് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ അതിനൊന്ന് പ്രൊമോഷൻ എന്ന രീതിക്ക് എൻ്റെ ചാനലിലൂടെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇതൊരു കോപ്പിറൈറ്റ് അല്ല, നല്ലൊരു കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ ഇത് പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിനോടൊപ്പം ചേർന്ന് ഇതിന് ശേഷം എൻ്റെ ഈ വീഡിയോയ്ക്ക് ശേഷം ഇൻട്രൊഡക്ഷന് ശേഷം വീഡിയോ വ്യക്തമായി കാണിക്കുന്നതാണ്. എല്ലാവരും ഒന്ന് കണ്ട് മനസ്സിലാക്കുക. ഈ പ്രോഡക്റ്റ് കഴിയുമെങ്കിൽ വാങ്ങിച്ച് നിങ്ങളുടെ വാഹനത്തിൽ ഉപയോഗിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നുള്ള കാര്യത്തിലൊരു സംശയം വേണ്ട. മാധ്യമങ്ങളിൽ മുഴുവൻ വാഹനങ്ങൾ തീകത്തുന്ന വാർത്തകൾ നിറയാണ്. എന്തുകൊണ്ടാണ് തീപിടുത്തം ഉണ്ടാകുന്നതെന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശമോ വിവരണങ്ങളോ നമുക്ക് കിട്ടുന്നുമില്ല. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊന്നും തന്നെ ഈ തീ കെടുത്തുന്നതിന് പര്യാപ്തമല്ല. ഒരു റെമഡി നമുക്ക് നിർദ്ദേശിക്കാനുണ്ടായിരുന്നില്ല. കാരണം ആകെ അവൈലബിൾ ആയിട്ടുള്ളത്, ഗവൺമെന്റ് നിർബന്ധമാക്കിയിട്ടുള്ളത് ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ ചെറിയ ബോട്ടിലുകൾ കാറിനകത്ത് വെക്കണമെന്നാണ്. പക്ഷേ കാറിനകത്തിരിക്കുന്ന ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ കൊണ്ട് ബോണറ്റിനുള്ളിൽ തീപിടുത്തമുണ്ടായാൽ ബോണറ്റ് തുറന്ന് തീ കെടുത്തുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പുതിയ പ്രൊഡക്റ്റാണ്. ബ്രാൻഡ് ഡാഡി കാർ AFE ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിംഗ്വിഷർ. ഇത് മഹാരാഷ്ട്ര ബേസ് ചെയ്തിട്ടുള്ള ബ്രാൻഡ് ഡാഡി കസ്റ്റമർ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി പുറത്തിറക്കിയിട്ടുള്ള അവരുടെ ന്യൂ ഇൻവെൻഷൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ അടുത്ത 20 വർഷത്തേക്ക് പാറ്റന്റ് ലഭിച്ചിട്ടുള്ളതും നിരവധി സർട്ടിഫിക്കേഷനുകൾ ഉള്ളതുമായിട്ടുള്ള കമ്പനിയാണ്. ഒരു മാനുവലായിട്ട് പ്രവർത്തിപ്പിക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തീ കെടുത്തുന്ന ഒരു ഉപകരണമാണ്. ഈ ഉപകരണം കാർ AFE എന്നറിയപ്പെടുന്നു. 480 ഗ്രാമോളം ഫയർ എക്സ്റ്റിംഗ്വിഷൻ പൗഡർ ഇതിൽ ഫിൽഡാണ്. ഇത് ഹൈ പ്രഷറിൽ പമ്പ് ചെയ്യുന്ന വിധത്തിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റിന്റെ നേരിട്ട് ഈ സർഫസിൽ എവിടെയെങ്കിലും 7 സെക്കൻഡിനും 10 സെക്കൻഡിനും ഉള്ളിലുള്ള ഫയർ അടിക്കുകയാണെങ്കിൽ ഡയറക്റ്റ്, ഇത് ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്, എൻജിൻ റൂമിലുള്ള ഹീറ്റ് ഇതിനെ റെസിസ്റ്റ് ചെയ്യും. പക്ഷെ ഫയർ ഡയറക്റ്റ് വരികയാണെങ്കിൽ, ഫ്ലെയിംസ് നേരിട്ട് 7 സെക്കൻഡോളം ഇതിൽ അടിക്കുകയാണെങ്കിൽ 7 സെക്കൻഡിനും 10 സെക്കൻഡിനുള്ളിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലാസ്റ്റ് ആവുകയും ഹൈ പ്രഷറിൽ ഫയർ എക്സ്റ്റിംഗ്വിഷിംഗ് പൗഡർ പമ്പ് ചെയ്ത് തീ കെടുത്തുകയും ചെയ്യും. അതാണ് ഇതിന്റെ സംവിധാനം. മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് എല്ലാ കാറുകളുടെയും ബോണറ്റിലാണ്. ഡീസൽ വാഹനമാകട്ടെ, CNG വാഹനമാകട്ടെ, ഇലക്ട്രിക് വാഹനമാകട്ടെ, പെട്രോൾ വാഹനമാകട്ടെ, ഏത് വാഹനങ്ങളിലും കാറോ ബസ്സോ ഓട്ടോറിക്ഷയോ ഏത് വാഹനങ്ങളിലും ഉപയോഗിക്കാവുന്ന, ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഉൾപ്പെടെ ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് ഇവിടെ കാണുന്നത് പോലെ നമ്മൾ ഇതിന്റെ ബോണറ്റിൽ ഇത് ഫിക്സ് ചെയ്യുക. ഈ കാറിന്റെ ബോണറ്റിൽ 2 ഭാഗങ്ങളിലായിട്ട് ഇതിന്റെ കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത്, ഫയർ എക്സ്റ്റിംഗ്വിഷിംഗ് ഏരിയ എന്ന് പറയുന്നത് 2 സ്ക്വയർ ഫീറ്റ് ആയതുകൊണ്ട് ബാറ്ററിയുടെ ഭാഗത്ത് ഒരെണ്ണവും എഞ്ചിന്റെ ഭാഗത്ത് ഒരെണ്ണവും 2 ഫയർ എക്സ്റ്റിംഗ്വിഷിംഗ് ക്യാപ്സൂളുകളാണ് നമ്മൾ ഫിറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് എവിടുന്നെങ്കിലും ഷോർട്ട് സർക്യൂട്ട് മൂലമോ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഫയർ നേരിട്ടുണ്ടാവുകയാണെങ്കിൽ ഇത് അടഞ്ഞു കിടക്കും. ഇതിന്റെ മേളിലൊരു 4 ഇഞ്ചോളം ഗ്യാപ്പ് ഉണ്ടാവും. ഈ പർട്ടിക്കുലർ ക്യാപ്സൂളിലേക്ക് ഈ ഫ്ലെയിം വന്നടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പ്രവർത്തിക്കുകയും എക്സ്റ്റിംഗ്വിഷിംഗ് പൗഡർ പമ്പ് ചെയ്ത് തീ കെടുത്തുകയും ചെയ്യും. വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ ഈ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ കാറിന് കൂടുതലായ ഡാമേജ് സംഭവിക്കുകയില്ല. അകത്ത് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒരു വിധത്തിലുള്ള അപകടങ്ങളും സംഭവിക്കുകയില്ല. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലുള്ള ഇലക്ട്രിക് കണക്ഷനോ മറ്റ് കണക്ഷനുകളോ ആവശ്യമില്ല. ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ചെറിയ ബോട്ടിൽ വാങ്ങിച്ചു വയ്ക്കുന്നത് പോലെ തന്നെ ഒരു എക്യുപ്മെന്റ് ഇതിനകത്ത് നമ്മൾ സൂക്ഷിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കവറേജിനോ മറ്റ് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകില്ല. ഒരു ഡാമേജും ഇലക്ട്രിക്കലായിട്ട് സംഭവിക്കില്ല. വിത്തൗട്ട് എനി കണക്ഷൻ ഇത് പ്രവർത്തിക്കുന്നതാണ്. ഇത് പേറ്റന്റഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ കമ്പനി ഇതിൽ വളരെയധികം കോൺഫിഡന്റ് ആണ്. ബ്രാൻഡ് ഡാഡി കമ്പനിയുടെ നേരിട്ടുള്ള ഒരു ഓഫറുണ്ട്. ഇത് 3 വർഷത്തെ വാറണ്ടിയാണ്. ഈ 3 വർഷത്തിനുള്ളിൽ ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ള കാറ് തീ പിടിച്ച് അപകടമുണ്ടായാൽ 10 ലക്ഷം രൂപ വരെ, കാറിന്റെ വാല്യൂ അനുസരിച്ച്
10 ലക്ഷം രൂപ വരെ ഡയറക്റ്റ് കമ്പനി കോമ്പൻസേഷൻ വിത്തിൻ 15 വർക്കിംഗ് ഡേയ്സ് കൊടുക്കും എന്നാണ് കമ്പനിയുടെ ഓഫർ. അതിന് നിങ്ങൾക്ക് ഗ്യാരണ്ടി കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇത് ഫിറ്റ് ചെയ്ത വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് അടക്കമുള്ള ഫോട്ടോ, ഗ്യാരണ്ടി കാർഡ് അടക്കം കമ്പനിയുടെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ നിങ്ങൾ ഇൻഷുർ കവേർഡായി. അതുപോലെ തന്നെ ലൈഫിന് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ 10 ലക്ഷം രൂപ അഡീഷണൽ, എന്തെങ്കിലും തീപ്പൊള്ളലോ മറ്റെന്തെങ്കിലും അപകടം ഉണ്ടായി മെഡിക്കൽ ആവശ്യങ്ങൾക്കായി 1 ലക്ഷം രൂപ. ഇത്രയും കോമ്പൻസേഷനാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. വളരെ പെർഫെക്റ്റായിട്ട് തീ കെടുത്താവുന്ന ഒരു ഉപകരണമാണ്. ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് ഈ തീപിടുത്തത്തിൻ്റെ കാലത്ത് ഏറ്റവും സേഫായിട്ടുള്ള ഒരു സംവിധാനമാണ്. പരിഹാരം കാണുക എന്നതിന് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രൊട്ടക്റ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്കിത് ഞങ്ങളുടെ ഡീലർമാരിൽ നിന്ന് ലഭിക്കുന്നതാണ്. എല്ലാവരും കാറിൽ ഇത് ഫിറ്റ് ചെയ്ത് പ്രൊട്ടക്റ്റഡ് ആകാൻ വേണ്ടി പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. Make your life auto fire proof with Brand's Daddy Car AFE, the world's first automatic fire extinguisher for your car.